ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റു. സിന്ധു ഉറങ്ങിക്കിടക്കുകയാണ്. സിന്ധുവിനെയൊക്കെ വിളിച്ചെണീപ്പിച്ച് എന്നാൽ രാവിലെ ഫ്രഷ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്നും ഗാർഡനിലോട്ട് പോകും. കാരണം അവിടെ കുറച്ച് പേര് വെയിറ്റ് ചെയ്യും. വന്നു തുടങ്ങി നോക്ക്. ഹലോ, വരാം. ഞാൻ ഇറങ്ങിക്കോ, ഫുഡ് ഞാൻ തരാം. ഞാൻ ഇവിടെ പ്രസവിച്ചിട്ട് കിടക്കുക. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, മനസ്സിലായില്ലേ? വാ. കാക്കളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഗ്യാങ് എത്തിയിട്ടുണ്ട്. വാ, ഇറങ്ങിയോ ഇറങ്ങിയോ ഇറങ്ങിയോ. അവിടെ പോയത് രണ്ടെണ്ണം മതി. കുഞ്ഞിയൊന്നും കാണുന്നില്ല. ഇന്ന് കാണുന്നില്ല. കാക്കകളുണ്ടല്ലോ ഇവിടെ. കാക്കകൾക്ക് 3-4 സ്ഥലങ്ങളുണ്ട്. ബേസിക്കലി ഇത് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ. വാ. കാക്കകളുടെ സ്ഥിരം സ്ഥലമാണ്. ഒരു നൈസ് ഫീലാണ്. കാരണം രാവിലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ 2 സമയങ്ങളാണല്ലോ നമുക്ക് ബേസിക്കലി ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. ഒന്ന്, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ചിന്തകളോടുകൂടി നമുക്ക് രാവിലെ തുടങ്ങാൻ പറ്റിയാൽ, അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു കാരണവും വേണ്ട, നമ്മൾ ഫീഡ് ചെയ്താൽ മതി. ഇപ്പോൾ അവിടെ നിൽക്കുന്ന പൂച്ചകൾക്ക്, കാക്കകൾക്ക്, ഇപ്പോൾ അണ്ണാൻ്റെ സൗണ്ട് കേൾക്കുന്നത്, അണ്ണാനല്ലേ തന്നെ ഇവിടെ റംബൂട്ടാൻ തിന്ന ഹാപ്പിയാണ്. അപ്പോൾ ദ ഹോൾ ഡേ നല്ല പോലെ സ്റ്റാർട്ട് ചെയ്യും. മാത്രമല്ല ഇവിടെ ഈ ഗാർഡനിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊന്ന് ഫ്രഷ് എയർ കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ കുറേ പല കാര്യങ്ങളുണ്ടായിരിക്കാം നമുക്ക് സന്തോഷം കിട്ടാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ വന്ന് നിന്നിട്ട് പലപ്പോഴും ചെരിപ്പൂരി തറയിൽ ചവിട്ടി നിൽക്കും. അതിവിടെ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഞാൻ ബോംബെ നിൽക്കുന്നു. അവിടെ നിൽക്കുമ്പോഴത്തേക്ക് സിന്ധു എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഇഫ് സംതിങ് അത്ര സുഖകരമല്ലെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഇതൊക്കെ ഒരു നല്ല ചിന്തയാണോ നമുക്കറിയില്ല, നമ്മളിങ്ങനെ പലതും വായിച്ചും കേട്ടുമൊക്കെ ചെരിപ്പൂരിട്ട് അവിടുത്തെ മണ്ണിലിങ്ങനെ ചവിട്ടി നിൽക്കുമ്പോൾ ഐ ഗെറ്റ് എ കണക്ട് വിത്ത് ഈ ഗാർഡനുമായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഗാർഡൻ എന്ന് പറയുന്നത് എന്താണ്, അല്ലെ ബോംബെയിൽ ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് ആ ബോംബെയിലെ ഭൂമി എന്ന് പറയുന്ന ചവിട്ടുന്ന ഭൂമിയും ഈ കേരളത്തിൽ ഞാൻ നിൽക്കുന്ന ഗാർഡനുമായിട്ട് നോക്കിയാൽ ഇതെല്ലാം കണക്റ്റഡാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നെല്ലിക്ക നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ നെല്ലിക്ക വിളയുമ്പോൾ നെല്ലിക്കയുടെ ഒരു ഭാഗമായിട്ട് വിളയില്ല, നെല്ലിക്ക മൊത്തമായിട്ടാണ് വിളയുന്നത്. ഒരു ആപ്പിൾ എടുത്ത് കഴിഞ്ഞാൽ ആപ്പിൾ പഴുക്കുമ്പോഴത്തേക്ക് അത് മൊത്തമായിട്ടാണ് പഴുക്കുന്നത്. വെച്ചാൽ ആ ഭാഗവും ഈ ഭാഗവും എല്ലാം അത് കണക്റ്റഡാണ്. കേടാവുമ്പോഴും ആപ്പിളിൻ്റെ ഒരു ഭാഗം കേടാകുന്ന പോലെ മറ്റേ ഭാഗവും കേടാവും. ഇതുപോലെ തന്നെ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നതും എല്ലാം കണക്റ്റഡാണ്. അപ്പം നമ്മളിവിടെ നിന്ന് കാല് ഇങ്ങനെ കുത്തിയിട്ടൊന്ന് ഓർത്ത് നോക്കി, നമ്മുടെ ഒരു ഫ്രണ്ട് ദുബായി നിൽക്കുന്നു, ഇതിങ്ങനെ കടലിനടിയിൽ കൂടി പോയാൽ ഈ ഭൂമി കണക്റ്റഡാണ്. സോ ഇറ്റ് ഗിവ്സ് ലോട്ട് ഓഫ് റിലീഫ്. ഞാൻ വീട്ടിനെ പറ്റി ഓർക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഇത് ഓർത്താൽ മതി, ഏത് ഭൂമിയിൽ നിന്നാലും. പിന്നെ അവിടുത്തെ മരങ്ങളും മറ്റു കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനിങ്ങനെ ആലോചിക്കും, ഇവിടുത്തെ ഈ മരങ്ങളും ചെടികളും ഒക്കെ ഒരു വിത്തിൽ നിന്ന് തുടങ്ങിയതാണല്ലോ. അപ്പോൾ ഈ വിത്തും നമ്മുടെ ജീവിതമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിത്ത് നമ്മൾ ഒന്ന് മണ്ണിൽ മൂടിയിട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ ആ വിത്തിൻ്റെ പുറംചട്ട അഴുകും, ഡീക്കേഡ് ആവും. എന്നിട്ട് അതിൽ നിന്നാണ് പുതിയൊരു വിത വരുന്നത്. ഇതുപോലെ തന്നെ വെൻ സംതിങ് ഹാപ്പൻസ് വെരി ബാഡ്ലി, അപ്പോൾ ഞാൻ ഓർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് അഴുകി കഴിയുമ്പോൾ അതിൽ നിന്നൊരു പുത്തൻ ജീവിതം തുടങ്ങും. ആ പുത്തൻ ജീവിതം എന്ന് വെച്ചാൽ ഇവിടെ ചെടി മുളയ്ക്കുന്ന പോലെ അത് ചെടി മുളയ്ക്കും, ചെടി വലുതാവും, ഇല വരും, പൂവാവും, അത് വലിയൊരു മരമാവും, അത് കായ്ക്കും, അത് പഴുക്കും. സോ ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ ഈ വിത്തിനെ പറ്റി നോക്കുക. ഈ വിത്ത് ഒന്ന് അഴുകുന്ന പോലെയാണ് ലൈഫിലെ ബാഡ് തിങ്സ് എന്ന് പറഞ്ഞാൽ. അതൊന്ന് അഴുകിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വർക്ക് ഹാർഡ്, നല്ല ഡ്രീംസ് വയ്ക്കും. ഞാൻ എപ്പോഴും ധാരാളം സ്വപ്നം കാണുന്ന ആളാണ്. എന്തുകൊണ്ട് സ്വപ്നം കാണുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ
തോട്ട്സ് ബിക്കം തിങ്സ് എന്ന് പറഞ്ഞു തരും. നമ്മളൊരു ചിന്ത ആദ്യം വന്നിട്ട് ആ ചിന്തയെക്കുറിച്ച് നമ്മൾ അസാമാന്യമായി സ്വപ്നം കണ്ടിട്ട് നമ്മളവിടെ ബിലീവ് ചെയ്യുമ്പോൾ പോലും ഒറ്റ കാര്യം ഓർത്തണം, 100% പലരും പറയും ഒരു 99% നടക്കും, 99 നിർത്തരുത്. കാരണം ദാറ്റ് 1% ഇല്ലേ, ആ 1% നമ്മളെ ചിലപ്പോൾ വലിച്ചു താഴെയിട്ടുള്ളത്. അതാണ് നെഗറ്റീവ്നെസ്സിൻ്റെ പവർ. സോ വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് സ്വപ്നം കാണുമ്പോഴും അത് വിഷ്വലൈസ് ചെയ്യുമ്പോഴും 100% കണ്ടാൽ, എൻ്റെ ജീവിതാനുഭവം വെച്ച് ഞാൻ പറയുന്നു, നിങ്ങളെ തന്നെ ധാരാളം പേർക്ക് ഈ ജീവിതാനുഭവം ഉണ്ടായി കാണും. ഇറ്റ് വിൽ മാനിഫെസ്റ്റ്. അത് പ്രകൃതിയുടെ ഒരു ലോയാണ്. ഇറ്റ് വിൽ ഹാപ്പൻ. ചിലപ്പോൾ അതിന് ടൈം കൂടുതലെടുക്കും, ചിലപ്പോൾ പെട്ടെന്ന് ചിലർക്ക് നടക്കും, പക്ഷെ നടന്നിരിക്കും. അപ്പം അതിന് ഈ രാവിലെ നമ്മൾ മാനസികമായി സന്തോഷമാവാൻ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. ഇപ്പോൾ ഇതിനെയൊക്കെ നമ്മളൊന്ന് ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ അത് അങ്ങോട്ടാണ് പൂച്ച കാണിച്ച് ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. അവർ ഹാപ്പി, മുകളിൽ കാക്കകൾ ഹാപ്പി. എല്ലാവരുടെയും ഭക്ഷണം നിറഞ്ഞു കഴിഞ്ഞു, വയറ് നിറഞ്ഞു കഴിഞ്ഞു. എന്താ അല്ലേ? ഈ പൂച്ച പ്രഗ്നന്റാ? ഇതാണ് പ്രസവിച്ചതാ. ഇത് കുഞ്ഞി. അതാണ് കുഞ്ഞി. യെസ്, ഇവനാണ് മരിച്ചു പോയ സ്ഥലത്ത് നമ്മൾ വളർത്തിയെടുത്തത്. അതുകൊണ്ട് എപ്പോഴും ഇറ്റ്സ് വെരി ഈസി. രാവിലെ നല്ലൊരു ദിവസം ആക്കിയെടുക്കുക. ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നല്ല നല്ല ചിന്തകൾ വരും. എപ്പോഴും നമ്മൾ നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 തിരിച്ചാൽ മതി നമ്മുടെ ജീവിതം: പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. പാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മുൻപേ പോയവർ, അച്ഛൻ, അപ്പൂപ്പന്മാർ. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനും സിന്ധുവും ഒക്കെ മാതാപിതാക്കളാണ്. ഇത് കഴിഞ്ഞൊരു എത്രയോ തലമുറ താഴോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം 7 പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 2 പേരെയും ടച്ച് ചെയ്യുന്നത് നമ്മളാണ്. ഈ പ്രസൻറ്റിൽ നിൽക്കുന്നവരിലെ പാസ്റ്റിനെ ടച്ച് ചെയ്യുന്നുണ്ട്, അവരും നമ്മുടെ അകത്തുണ്ട്. ഇനി വരാൻ പോകുന്ന തലമുറയും നമ്മുടെ അകത്തുണ്ട്, നമ്മുടെ ഭാഗമാണ് അവരാകാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊക്കെ പല നല്ലതല്ലാത്ത കാര്യങ്ങൾ ധാരാളം ചിന്തിക്കാറും പ്രവർത്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമ്മൾ പരമാവധി നമ്മളെ തന്നെ റിഫൈൻ ചെയ്ത് നന്നായില്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറയ്ക്ക് അത് കോട്ടം തട്ടും. എൻ്റെ എപ്പോഴും പരമാവധി ഇപ്പോൾ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റോങ് ചിന്ത വരുമ്പോൾ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി റൈറ്റാക്കാൻ ശ്രമിക്കും. കാരണം അടുത്ത തലമുറ നന്നായി പറ്റും. അടുത്ത തലമുറ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രം നന്നായി പോരാ, എൻ്റെ മക്കൾ മാത്രം നന്നായി പോരാ. നമ്മളെപ്പോഴും നമ്മുടെ മക്കൾ നന്നായിരിക്കണം, നമ്മുടെ മക്കൾ അത് ചെയ്യണം, ഇത് കഴിക്കണം, നന്നായിരിക്കണം. കാരണം എനിക്കിപ്പോൾ 4 മക്കൾ. ഒരാളിപ്പോൾ കല്യാണം കഴിച്ചെങ്കിൽ പോലും ഞാൻ ചെറുതിലേ പറയുന്നൊരു കാര്യമാണ്, ഈ ഭൂമിയിലെ എല്ലാവരും നന്നായിരുന്നില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു ഡാമേജ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ മക്കൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ കല്യാണം ആരോ ആണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾ മാത്രം നന്നായിട്ട് കാര്യമില്ല, ഈ ആരോ എന്ന് പറഞ്ഞാൽ എല്ലാവരുമാണ്. അപ്പോൾ എല്ലാ കുട്ടികളും, ഫോർ എക്സാമ്പിൾ എനിക്ക് 4 പെൺമക്കളുള്ളപ്പോൾ ഭൂമിയിലെ എല്ലാ ആൺകുട്ടികളും നന്നായിരുന്നാൽ മാത്രമേ അതിൽ നിന്ന് 4 പേര് എൻ്റെ മക്കൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നല്ലത് വരണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കായിട്ട് നമ്മൾ കരുതരുത്, ഈ ഭൂമിയിലുള്ള എല്ലാവരും നന്നാവണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, നമുക്കും നല്ലത് വരും, നമുക്ക് വരാൻ പോകുന്നവർ നല്ലവർ നമ്മളിലോട്ട് വരും. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് പറയും. നല്ലതിനെ തന്നെ തേടി വരും. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ പകല് പോലെ തന്നെ രാത്രിയും ഞാൻ ഈ കിടക്കുന്ന സമയത്ത് ഇതുപോലെ ആലോചിക്കും. ഏറ്റവും നല്ല ചിന്തകളുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, പൊതുവെ ഈ കിടന്നു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. സബ് കോൺഷ്യസ് മൈൻഡ് അസാമാന്യ പവറുള്ളതാണ്. അതായത് നമ്മൾ നല്ലത് ചിന്തിച്ചാലും ചീത്ത ചിന്തിച്ചാലും സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ നല്ലതും ചീത്തയില്ല. എന്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നോ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, അത് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. നമ്മൾ നന്മ തന്നെ ചിന്തിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്ത് നമുക്ക് നല്ലത് കൊണ്ട് തരും. അത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ രീതി അതാണ്. അതുകൊണ്ട് വലിയ വറിയൊന്നും അടിക്കണ്ട. കാരണം വറി അടിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം വെച്ചാൽ, വറി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു പ്രശ്നം വരുമ്പോഴും അതിന് പ്രശ്നത്തിനേക്കാൾ വലുതായിട്ട് നമ്മൾ ചിന്തിക്കും. ആ വറി എന്ന് വെച്ചാൽ നമ്മുടെ അകത്തുള്ളത് തന്നെ. ഈ വറിയെ നമ്മൾ ഒന്ന് വറിയുമായിട്ടൊരു ബന്ധമുണ്ടാക്കി അതിനെ ഒന്ന് സമാധാനിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. പണ്ട് ക്രിസോസ്റ്റം തിരുവാനി, എൻ്റെ ഓർമ്മ ശരിയാണ്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അസുഖം വന്നപ്പോൾ അദ്ദേഹം ആദ്യമൊക്കെ ഭയങ്കര വിഷമിച്ചിട്ട് പറയുന്നു, എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ വന്ന് ഈ ഭാഗത്ത് ഇത് വന്നെന്നൊക്കെ. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ അസുഖവുമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ അസുഖം വന്നത് അതുമായിട്ട് ഞാനങ്ങ് സമരസപ്പെട്ടു. അതുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, അതിനെ സ്നേഹിക്കാൻ തുടങ്ങി. കാരണം ഞാൻ മൂലമാണല്ലോ ഇത് വന്നത്, എൻ്റെ ചെയ്തികൾ മൂലമാണല്ലോ ഈ അസുഖം വന്നത്. അതുകൊണ്ട് അതുമായിട്ട് സമരസപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ അസുഖം താഴ്ന്നു. അദ്ദേഹം ദീർഘനാൾ വീണ്ടും ജീവിച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ വറി എന്ന് പറയുന്നതാണ് നമ്മളെ വല്ലാതെ തുലയ്ക്കുന്നത്. ഈ വറിയുമായിട്ടൊക്കെ നമ്മൾ
അത് കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ പ്രായം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പരിചയം കൊണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ആരും കൊണ്ട് തരാൻ പോകുന്നില്ല, നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മുടെ ശരീരത്തിനകത്തുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ കൂടുതൽ സംസാരിച്ച് പോകുന്നില്ല. ഒരു രസം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കമൻസൊക്കെ നോക്കിയും ആൾക്കാർ പറയുന്നുണ്ട്, കൃഷ്ണമാൻ്റെ സംസാരം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ വലിച്ചു നീട്ടി സംസാരിക്കുന്നത് ശരിയല്ല. ആ മെസ്സേജസ് എനിക്ക് വളരെയധികം എനിക്ക് റിലീഫ് തരുന്നുണ്ട്. ചില രീതിയിൽ തെറാപ്പി പോലെയാണ് എനിക്ക് കാണുന്നത്. അതുകൊണ്ട് ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണ്, ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൂ. ഞാൻ എന്തൊക്കെയോ എനിക്ക് തോന്നുന്ന നല്ല കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങൾക്ക് എന്തെങ്കിലും കംഫർട്ട് തോന്നുമ്പോൾ നിങ്ങൾ അതിൻ്റെ താഴെ മറുപടി എഴുതും. ദാറ്റ് ഗീവ്സ് മീ ലോട്ട് ഓഫ് ഹാപ്പിനെസ് ആൻഡ് കംഫർട്ട്. സോ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. ജീവിതമേ അങ്ങനെയാണ്, കൊടുക്കലും വാങ്ങലുമാണ്. രസമാണ്. അതെ, തത്ത ഗ്യാങ് എത്തി. അതുകൊണ്ട് ഇറ്റ്സ് എ നൈസ് ഫീൽ. രാവിലെ ഇവിടെ നിന്ന് താണ്ടെ 2 ഫ്രൂട്ടും കൂടി പറിച്ചേക്കാം. ഫ്രഷ് ഇരിക്കുന്നു കേട്ടോ. എന്നിട്ട് നിനക്കായിട്ട് ഒരെണ്ണം പറിച്ച് എനിക്കാ പലതും താണ്ടെ പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അരിപ്പൊടി ഫംഗസ് അടിച്ചു തുടങ്ങി. അതെന്താ ഇത്? അത് വെയിൽ നേരെ കിട്ടാത്തുണ്ട്, മാത്രം ഉറുമ്പ് കൂട് വെക്കുന്നുണ്ട് ഇതിനകത്ത്. പക്ഷെ നല്ല രസം. താണ്ടെ ഇനിയുണ്ട് ഇവിടെ. എന്തൊക്കെയാണ് ഇതൊന്നും സമയത്ത് പറിക്കാൻ പറ്റാത്തത് കൊണ്ട്. ഈ നമ്മുടെ പ്ലാവിലെ ചക്ക എവിടെ പോയി? വരും. ഓക്കെ, ഇന്നലെ മഴ പെയ്തുകൊണ്ട് ക്ലീൻ ആയിട്ട് നിൽക്കുക. അടിച്ചു നോക്കുക എന്തെങ്കിലും. അയ്യോ പെട്ടെന്ന് കയ്യിൽ കർച്ചീഫ് വന്നു വിചാരിച്ചു. ഹാങ്കി, ഒരു ഹാങ്കി ഫീൽ. സാരമില്ല, ഓക്കെ. അതും ക്ലീൻ ആയി. നല്ല മഴ പെയ്തു. എല്ലാം മഹാഭാഗ്യങ്ങളാണ് ജീവിതത്തിലെ. ഫ്രഷ് ചെടിയിൽ നിന്ന് പറിച്ച്. നമ്മൾ മറ്റേ ലോകം സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 പേരുണ്ടല്ലോ, ആഡം ആൻഡ് ഈവ്. അവരുടെ മറ്റേ ഗാർഡനിൽ രാവിലെ നടന്ന് ഫ്രൂട്ട് പറിച്ച് കഴിക്കുക. ഭൂമി തുടങ്ങിയപ്പോൾ ആഡം ആൻഡ് ഈവ്. ഞാൻ ആഡം ആൻഡ് ഈവ് രാവിലെ ഗാർഡനിൽ ഇറങ്ങി ഫ്രൂട്ട് കഴിക്കാം. യുവമാർക്ക് രണ്ടിനും പണിയൊന്നും ഇല്ലടയും. ബെസ്റ്റ് ഭാര്യയും ഭർത്താവും രാവിലെ ആകുമ്പോൾ ഇറങ്ങും. ആരെ കഴിഞ്ഞ ദിവസം പറയാം, കൃഷ്ണമാൻ്റെ വീട് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വീടും കുടുംബവും മക്കളും ഒക്കെ. സാധാരണ ഇങ്ങനെ എല്ലാവരും അച്ഛൻ ഉറങ്ങാത്ത വീടെന്ന് പറയും. ഇത് അച്ഛൻ നല്ല പോലെ ഉറങ്ങുന്ന വീടാണല്ലോ എന്ന്. അച്ഛൻ ഉറങ്ങുന്ന വീടെന്ന്. ഇപ്പൊ അച്ഛനല്ല, അപ്പൂപ്പൻ വീണ്ടും എടുത്ത് മോഹമൊക്കെ ഇപ്പൊ തുടച്ചേനെ. സാരമില്ല, ഇതെല്ലാം ഇതിനകത്താണ് ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുന്ദര ദിവസം വിഷ് ചെയ്യുന്നു. ഇന്ന് സൺഡേ. ജിമ്മില്ലേ? നോ. ഓഫീസ് ഇല്ലായിരുന്നു. ഒരു പ്രത്യേക ഒരാൾ കൂടി വരുന്നപ്പോൾ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. സന്തോഷം അപ്പോൾ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ചയ്ക്കേ ഉള്ളൂ, 2 മണിക്ക്. അപ്പോൾ അഗെയിൻ വിഷ് യു എ വണ്ടർഫുൾ ഡേ, ഗ്രേറ്റ് ഡേ എല്ലാവർക്കും. സ്പെഷ്യൽ ഫുഡ് എന്താണെന്നറിയാം? എന്താണ്? എനിക്കറിയില്ല, നീയല്ലേ പറയണ്ടേ? കപ്പയും നെമ്മീൻ കറിയും. കുറെ നാളായി. പണ്ട് നമ്മൾ നെമ്മീൻ്റെ തല കഴിക്കുമായിരുന്നു, അല്ലേ? മീൻ തല. മാർക്കറ്റിൽ പോണം. നമുക്ക് പോവാം. നമുക്കാ ചേട്ടൻ പോയി വാങ്ങിച്ചോണ്ട്. ഇപ്പോഴത്തെ പ്രത്യേകം വെച്ചാൽ എനിക്കൊന്ന് എല്ലാ അപ്പൂപ്പനമ്മമാർക്കും ഇങ്ങനെയായിരിക്കും. പെട്ടെന്നൊരു കുഞ്ഞ് വന്ന് നമ്മൾ അപ്പൂപ്പനമ്മമാരാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ പരിപാടിയും മാറ്റി വെച്ച് ആ കുഞ്ഞിൻ്റെ പുറകെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതെല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ? ഞങ്ങൾക്കിത് ആദ്യത്തെ അനുഭവം കൊണ്ട് ഞങ്ങൾക്കറിയില്ല. നമ്മുടെ മക്കൾ വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അന്ന് ഇത്രയും സമയമില്ല. എന്നാൽ അന്ന് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു ഓട്ടമായിരുന്നല്ലോ. കാരണം പൈസ കൊണ്ടുവരണം, നമ്മുടെ വീട് നടന്നു പോകണം. അന്ന് അതിൻ്റെ പുറകെയായിരുന്നു. സിന്ധുവിനാണെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ, വീട് മാനേജ് ചെയ്യണം. സിന്ധുവിൻ്റെ തിരക്ക്. ഞാനാണെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി അന്ന് അഭിനയിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്കെല്ലാം മാറ്റി വയ്ക്കാനുള്ളൊരു മനസ്സുണ്ട്. അത് സാരമില്ല, അത് കഴിഞ്ഞിട്ട് മതി. ഇവനെ നോക്കിയിട്ട് പോകാം, ഹോമിയെ നോക്കിയിട്ട് പോകാം, ഹോമിയുടെ അടുത്തിരിക്കുക. കംപ്ലീറ്റ് ലൈഫേ മാറി. ഇത്ര പെട്ടെന്നാണല്ലേ ലൈഫിൽ ഒരു ചെറിയൊരാൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല, മിണ്ടാതെ കിടക്കുക. പക്ഷേ വി ആർ റെഡി ടു ഡു എനിത്തിങ് ഫോർ ദാറ്റ് സ്മോൾ ബേബി. ഒന്നും ചോദിക്കാത്ത ഒരു കുഞ്ഞിന് വേണ്ടി. വാഷ് ചെയ്യുമ്പോ പോലും നമുക്ക് അറിയത്തില്ല, മിണ്ടാതിരിക്കും. ഞാൻ ഇത്രയും നമ്മുടെ പിള്ളേർ പോലും ഇത്ര ഡീസന്റ് അല്ലായിരുന്നു. ഭയങ്കര ഡീസന്റ്. അവൻ കുറെ കണ്ടും കേട്ടിട്ടുമാണ് വെളിയിൽ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? സോ മച്ച് ഓഫ് ഗുഡ്നസ്, സോ മച്ച് ഓഫ്
ആ പറയും പോലെ നമ്മുടെ പല വീഡിയോസിലും ആൾക്കാർ വന്നിട്ട് നമ്മുടെ കേസിന്റെ ഇത് ഏതുവരെ എത്തി, എന്തായി, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഇതെന്ന് ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഞാനത് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുകയാണ്. അവർ വളരെ കാര്യമായിട്ട് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിന് കുറേ കാര്യങ്ങൾ എടുക്കാറുണ്ട്. പെട്ടെന്ന് ഒരു രാവിലെ പിടിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ കുട്ടികൾ ഇപ്പോൾ ഹൈക്കോർട്ടിൽ പോയിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്, ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 16-ാം തീയതിയാണ് അത് ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. അവിടെയും തിരുവനന്തപുരത്ത് അതേ വിധി തന്നെയാണ് വരാൻ സാധ്യത. അത് തള്ളിക്കളയും. തള്ളിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് വെച്ചിട്ട് അറസ്റ്റിലോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്കറിയില്ലല്ലോ, അവരും ആവശ്യത്തിന് ബുദ്ധി പ്രയോഗിക്കും. നമുക്ക് എന്തായാലും അതിനകത്തൊരു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു റിസൾട്ട് ഉണ്ടാവും. അത് യാതൊരു തർക്കവുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിയും തെറ്റുന്നൊരു സംഭവമുണ്ട്. ശരിക്ക് എപ്പോഴായാലും സത്യം ഒരു വിജയമുണ്ടാവും. കള്ളത്തനം അല്ലെങ്കിൽ മോശമായ പ്രവൃത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് മോശമായ വിധി തന്നെ അവർക്ക് ഉണ്ടാവും ലൈഫിൽ. ഇപ്പോൾ അവരോടല്ല, ആ വ്യക്തികളോട് നമുക്ക് ഒരിക്കലും ഒന്നും തോന്നാറില്ല. അവർ ചെയ്ത പ്രവൃത്തി തെറ്റാണ്. ദേ ഹാവ് ടു ഗോ ത്രൂ ആ ഒരു പണിഷ്മെൻറ്റിലൂടെ പോയേ പറ്റൂ. നീ എത്ര തവണ വിഷ് ചെയ്തെന്ന് പറയും ആൾക്കാർ. വിഷ് ചെയ്ത് നീ അടുത്ത ടോപ്പിക് എടുത്തിട്ട് നല്ലതാണ്. നമുക്ക് സംസാരം നല്ല കാര്യമാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. ഒരിക്കൽ കൂടി വിഷ് ചെയ്തിട്ട് നമുക്ക് ഇനി കുറച്ച് പോർഷൻസും കൂടി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് ഇന്ന് തന്നെ പറ്റിയാൽ ഈ ഞായറാഴ്ച തന്നെ ഈ വ്ളോഗ് സിന്ധു സഹായിക്കൂല. സിന്ധുവിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യണ്ടേ, സിന്ധുവിന് വയ്യ. അങ്ങനെ പറയരുത്. സിന്ധു നന്നായിരിക്കും. ഇല്ല ഓൾവേസ് നമ്മൾ എന്താണെന്ന് അറിയോ, എനിക്ക് സുഖം ഉണ്ടോ ഇല്ലയെന്നുള്ളത്. എന്റെ വീഡിയോ പോലും എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ പറയരുത്. ടൈം മാനേജ്മെന്റ് സാധനമുണ്ട്. നമ്മൾ സമയമില്ല, അതിൽ നമുക്കെല്ലാം ഉണ്ട്. ഉണ്ട്, എനിക്ക് സമയമുണ്ട്. കിച്ചുവിന് വീഡിയോ ഇല്ലേ? കിച്ചു എന്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലേ, ഞാൻ കിച്ചുവിന് ചെയ്ത് പറയടേ. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ എഡിറ്റിംഗ് പഠിപ്പിക്കാം. അതിനും പൈസ തരണം. ഭർത്താവിനെ പഠിപ്പിച്ചു, മാനസിക സന്തോഷം കിട്ടി. എനിക്ക് പൈസ തന്നു, വാരിയെടുത്ത് തന്നു, ഞാൻ വാങ്ങിച്ചില്ല. കിച്ചു അല്ലേ ഈ ഇൻഡസ്ട്രിയിലുള്ള ആള്? കിച്ചു വേണ്ടേ മറ്റേ ക്യാമറ, മറ്റേ ഡയറക്ഷൻ, എഡിറ്റിംഗും ഒക്കെ പഠിച്ചുകൊണ്ട് വരാം. ഒരു സെക്കൻഡ്, ഇതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചു. ഞാൻ ഒരു പ്രാണി ബാബാ ഞാനാണ് നിങ്ങളെ ഇതെല്ലാം തുടങ്ങാനുള്ള ആവേശം ഉണ്ടാക്കി തന്നതും എല്ലാം. പിന്നെ നമ്മൾ മറന്നു പോകുന്നത് ഇപ്പം തന്നെ. ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് എടുക്കും. റെഡിയാക്കാൻ എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് ഇൻഷോട്ടാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വിട്ട് നമ്മൾ തപ്പും. ഇനി ഇത് എങ്ങോട്ടാണ് പോകേണ്ടത്, മറന്നു പോവാണ്. അറിയോ, ഇറ്റ്സ് ഓക്കെ. കാരണം എന്നറിയോ, കുറേ ചിന്തകൾ ഇപ്പുറത്ത് വരുമ്പോൾ ഇപ്പുറത്ത് കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോകും. ഇതിൻ്റെ ഉടുപ്പുകളാണ്. ആണോ? ഒരു സൈഡിൽ ബ്ലൂ കൈ, ഒരു സൈഡിൽ പിങ്ക് കൈ. ഇനി തെറ്റിപ്പോയതാണോ ഇതൊക്കെ തച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക്? ഏത് കമ്പനിയാണ്? പണ്ട് ഇവിടുന്ന് ലൂയി ഫിലിപ്പ് ആണെന്ന് തോന്നുന്നു, LP. കൊള്ളാം. എനിവേ, നമുക്ക് തുടങ്ങാം. ഇനി ഭാഗത്തോട്ട് കയറിയിട്ട് കുറച്ച് സംഭവങ്ങളും കൂടി എടുത്ത് ഫിനിഷ് ചെയ്ത് ഇന്ന് തന്നെ ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ബൈ. താങ്ക് യു. ആർക്കാത്? എല്ലാവർക്കും എന്നെ സ്നേഹിക്കുന്നു. നിനക്ക് ഇഷ്ടം പോലെ തരുന്നുണ്ട്. ഫ്ലൈയിങ്ങിന്റെ ആവശ്യമില്ല. എന്തിനാ ഫ്ലൈയിങ്? നീ ദൂരെ ഒന്നും അല്ലല്ലോ. ഞാൻ പോകുന്നു. പാല് കൊടുക്കുക. നമ്മളെ സ്നേഹിക്കുന്നവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരു സുന്ദരമായ സൺഡേ ഐ എം വിഷിംഗ്. താങ്ക് യു. കവർ കുറച്ച് ഇപ്പുറത്തോട്ടുണ്ട്. ഇത് പലർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. കാക്കപ്പെണ്ണായിരം. ഞാൻ പറയുന്ന വേർഡ് ഞങ്ങളുടെ സ്കൂളില് അവിടുത്തെ മറ്റേ കൂർഗി പിള്ളേരൊക്കെ പറയുന്ന വേർഡായിരുന്നു. കാക്കപ്പൊണ്ണായം, അങ്ങനെ എന്തുകൊണ്ട് പറയുന്നത് കേട്ടോ. ഞങ്ങളതാ പറയുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ നിറയെ ഉണ്ടായിരുന്നു. നിറച്ച് കാച്ചോണ്ട് കഴിഞ്ഞ ദിവസം ഒടിഞ്ഞു പോയി. ഇഷ്ടം ഓസിക്കാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ എപ്പോൾ കിട്ടിയാലും ഓസിക്ക് കൊണ്ട് കൊടുക്കും. എന്നും ഇത് പൂത്തിരുന്നു കേട്ടോ, നമ്മൾ കണ്ടില്ല. പണ്ട് ഈ ചെടി അങ്ങോട്ടായിരുന്നു, ഇപ്പം ആരും ഇങ്ങോട്ട് വെച്ചപ്പോൾ നമ്മൾ കണ്ടില്ല. അപ്പോൾ വാ, വീണ്ടും ഉണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ബട്ട് ഇറ്റ് ഗീവ്സ് ലോട്ട് ഓഫ് ഹാപ്പിനെസ്, ജോയ്ഫുൾനെസ് അല്ലേ? ഓക്കെ, കം. ഓസി എന്താ ചെയ്യുന്നത്? സപ്പൻ, അരേ സപ്പൻ. ഞാൻ പണ്ട് നിന്നെ സപ്പൻ എന്നാ വിളിക്കുന്നത്, ഓർമ്മയുണ്ടോ? അതായത് ഓ സപ്പൻ്റെ സപ്പൻ. നീ പ്രസവമൊക്കെ ഉണ്ട്, നീ എന്ത് കുറച്ച് റെസ്റ്റ് എടുക്കണ്ടേ? യു ആർ ഓൾവേസ് വർക്കിംഗ്.
ഉണ്ടോ? ഹായ്. എന്തോ ചെയ്യാണ്? ഞാൻ ഓബയോസിയുടെ ജൂവലറി കൊടുക്കുക. സാധാരണ എന്റെ ഫ്ലാറ്റിൽ തന്നെ എടുക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ മറ്റേ വേദകുളി അതിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുക. അപ്പൊ എനിക്ക് ജൂവലറി ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ വീടോ നമ്മുടെ വീടോ എന്റെ വീടോ? നമ്മുടെ വീട്. അങ്ങനെ നമ്മുടെ വീട്. എന്റെ വീട് മറ്റേ ഫ്ലാറ്റ് ആണ്, അതല്ല. അപ്പൊ ഇവിടെ ഇപ്പൊ ഭാഗ്യവശാൽ റെനോവേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് കിച്ചൺ കുറച്ച് ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അമ്മു ആണെന്ന് തോന്നി പൂവൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്. അമ്മ എപ്പോഴും ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കുന്നത്? ഇവരുടെ പ്രോഡക്റ്റ് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ ചെയ്യുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാൻ എന്റെ ഐറ്റംസ് ഒക്കെ എടുത്തോണ്ട് ഫ്രീ ആയിട്ട് നിൽക്കുമ്പോ ഒക്കെ ജുവലറി ഫോട്ടോ എടുക്കാൻ. ഇന്ന് വരെ നിന്റെ ഒരു പ്രോഡക്ട്സും എന്റെ ഇതിനകത്ത് വന്നിട്ടില്ല അല്ലേ? എന്റെ വ്ളോഗിനകത്ത്. മേഡം വ്ളോഗിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ ഫോൺ എന്റെ കൈ കിടന്ന് ഇങ്ങനെ വിറയ്ക്കുന്നു. ഞാൻ അവിടെ നിന്ന് വെക്കട്ടെ. ഇന്ന് എന്തൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്? എന്തിന്റെ? 2-3 എടുത്ത് കഴിഞ്ഞു. എക്സലന്റ്. ഇതൊരു ഹാരം. ഇതോ? എന്തോ നീ ബ്രൈഡൽ ഹാരം. പേരിട്ടിട്ടൊന്നുമില്ല, അതൊക്കെ ഫോട്ടോ എടുക്കുന്നതേ ഉള്ളൂ. ഒന്നും വെബ്സൈറ്റിൽ കയറിയിട്ടില്ല. ഇതൊക്കെ മറ്റേ ബ്രൈഡ്സ് ഇടുന്ന സാധനമാണ്. പക്ഷെ കാണുന്ന പോലെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല. 1500 രൂപയ്ക്ക് താഴെയൊക്കെ വരുന്ന പോലത്തെ റേഞ്ചാണ്. ബ്യൂട്ടിഫുൾ, നല്ല ഭംഗി. നിന്റെ സെലക്ഷൻ ഇതൊക്കെ? യെസ്, ഞാൻ എന്റെ എല്ലാ സാധനവും ഐതർ ഞാൻ കൊടുക്കുന്ന ഡിസൈൻ അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന, അല്ലാതെ ഞാൻ എടുക്കില്ല. അമ്മ പണ്ട് കുറെയൊക്കെ വരയ്ക്കുമായിരുന്നേ. നിനക്ക് അമ്മയുടെ അത് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ നേരത്തെ എടുത്തുള്ളത് വെബ്സൈറ്റിൽ ലൂക്ക് ബൈ ഓസി എന്നൊരു കാറ്റഗറി ഉണ്ട്. എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ. അതെ അതെ, ഇത് ഡിസൈനർ ജ്വല്ലറിയാണ്. ഇതങ്ങനെ അധികം പേരങ്ങനെ ഇത്രയും മറ്റേ ഹെവി മേടിക്കില്ല. പക്ഷെ ചിലവർക്ക് ഇങ്ങനത്തെ ഹെവിയാണ് ഇഷ്ടം. ഈ ഹെവി അന്വേഷിച്ച് വരുന്നവരുണ്ട് സ്റ്റോറിലൊക്കെ. അവർക്ക് ലൈറ്റ് സാധനങ്ങൾ ഇഷ്ടമല്ലായിരിക്കും. ഹെവി തന്നെ വേണം. പിന്നെ വേറെ കുറഞ്ഞ ടൈപ്പ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറേ പേർക്ക് ആ ഒരു ASMR സൗണ്ടും ഇഷ്ടമാണ്. മറ്റേ ചോക്കേഴ്സ്. ഇതൊക്കെ ആക്ച്വലി ഇല്ല, വെബ്സൈറ്റിൽ കേൾക്കാനാണ് ഞാൻ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിനി ഫോട്ടോ എടുത്തിട്ട് വേണം പതുക്കെ ഇതിനൊക്കെ റേറ്റ്, പേര് എല്ലാം സെറ്റാക്കി വെബ്സൈറ്റിൽ കയറ്റാൻ. ഞാൻ അതെനിക്ക് ചുമ്മാ ഫോൺ എനിക്കതിനകത്ത് വലിയ സന്തോഷം എന്താ പറയുക, ഞാൻ എപ്പോഴും എന്തോ എൻ്റെ ഒരു വിശ്വാസം, ഐ എം എ വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. കാരണം എളുപ്പ വഴികളില്ലെന്നാണല്ലോ നമ്മൾ പറയുന്നത്. മേ ബി നമുക്ക് ഇനിഷ്യലി കുറച്ച് പാടായിട്ട് തോന്നും. ഇവളും എനിക്ക് ഏറ്റവും ഇഷ്ടം വെച്ചാൽ ഞങ്ങളൊക്കെ പഠിത്തത്തിൽ വളരെ ആവറേജ് ആണ്, മേ ബി ബിലോ ആവറേജ് എന്ന് വരെ പറയായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ഹാർഡ് വർക്ക് അല്ലേ, ഇറ്റ് ഓൾവേസ് പേസ് ബാക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ യാതൊരു സംശയം വേണ്ട, നമ്മൾ ഹാർഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ പലവിധ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വന്നാൽ പോലും നമുക്കത് തിരിച്ചു വരും. അത് ഏതെങ്കിലും സമയത്ത് നല്ല രീതിയിൽ തിരിച്ചു വരും അല്ലേ? ഐ മീൻ നമ്മളാരും ഉപദ്രവിക്കുന്ന ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഉപദ്രവിക്കുന്ന കാര്യം ചിന്തിക്കാറേ ഇല്ല, ചിന്തിച്ചിട്ടില്ല. നമ്മളെ ഹെൽപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഒരു ഗ്രോത്തിനെ നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നു. അതാ ഏറ്റവും നല്ലതാണ്. വേറൊരാളുമായിട്ടൊരു കോമ്പറ്റീഷൻ വെക്കാൻ പോയാലാണ് പ്രശ്നം. ഇത് വളരാൻ നോക്കുക. നമ്മുടെ കമ്പാരിസൺ എപ്പോഴും നമ്മുടെ ഇന്നലെയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്. നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ആണ് എപ്പോഴും. നമ്മൾ ഓരോ ദിവസവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ 10 വർഷം മുമ്പ് എന്തായിരുന്നു, ഇവിടെ നിന്ന് എവിടം വരെ എത്തി, നിന്റെ ചില കാര്യങ്ങൾ നോക്ക്. ഇവിടെ ആദ്യം ആക്ച്വലി ഒരു ടെക്സ്റ്റൈൽ തുണിയുടെ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി, അത് പൊളിഞ്ഞ് പണ്ടായിരുന്നു. അങ്ങനെയല്ല, അത് ത്രിഫ്റ്റ് പോലെയായിരുന്നു. അതായത് ആരും യൂസ് ചെയ്ത സാധനമല്ല, പക്ഷെ ഫാക്ടറി ഇതുണ്ടല്ലോ, ഫാക്ടറി സർപ്ലസ് ഐറ്റംസ് അങ്ങനെ എടുക്കുന്ന. അപ്പൊ അത് ഭയങ്കര റേറ്റ് കുറച്ചാ വിറ്റുകൊണ്ടിരുന്നത്. ഞാൻ അത് ആക്ച്വലി കുറെ കൊണ്ടുവന്ന് ഞാനത് സെല്ല് ചെയ്ത് ഐ തിങ്ക് 99% സോൾഡ് ഔട്ടാണ്. എൻ്റെ കയ്യിലെ സാധനങ്ങളൊന്നുമില്ല, എല്ലാം വിറ്റുപോയി. പക്ഷെ പിന്നീട് അത് ഈ ജൂവലറി ബിസിനസ്, ജൂവലറി ഓർഡേഴ്സ് കൂടുതൽ വന്നപ്പോൾ ഈ ഓരോ ഡ്രസ്സും നമുക്ക് ബൾക്കായിട്ട് അവർ തരുമ്പോൾ അതൊന്നും അയൺഡ് ഒന്നും ആയിരിക്കത്തില്ല, ക്രഷ്ഡ് ആയിട്ട്. അപ്പൊ അത് നമ്മൾ സ്വന്തമായിട്ട് ഐതർ അയൺ ചെയ്യണം അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുത്ത് അയൺ ചെയ്യിപ്പിക്കണം. അപ്പൊ അത് ഓരോ ഉടുപ്പിനും അയൺ ചെയ്യാൻ തന്നെ ഞാൻ വിൽക്കുന്ന പോലത്തെ വിലയായി. അപ്പൊ ഞാൻ വിൽക്കുന്നത് 300-400 രൂപയ്ക്കായിരുന്നു, അയണിങ്ങിന് 150-200 രൂപ ഓരോ ഉടുപ്പിനും. അപ്പൊ നമുക്കത് പറ്റാതെ. അപ്പൊ എല്ലാ ദിവസവും എനിക്ക് എങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ ആ പരിപാടി പതുക്കെ സൈഡിലൂടെ അതിപ്പോഴും അല്ല. പക്ഷെ എനിക്കൊരു ഗുണമുണ്ടായി, അതിലും വലിയൊരു പ്രശ്നം ഉണ്ടായി.
ഈ ഡ്രസ്സെല്ലാം ഇവിടെ എനിക്ക് തന്നു. അത് ഞങ്ങളുടെ അഹാദിഷികയുടെ ഓഫീസിലേക്ക്. അഹാദിഷിക ബാക്കിയിരുന്ന സ്റ്റോക്ക് അത് കുറേ പേർക്ക് ഞങ്ങളത് കൊടുത്തപ്പോൾ വളരെയധികം പേരുടെ മുഖത്തൊരു സന്തോഷം കണ്ടിരുന്നു. അതുകൊണ്ട് പൊളിഞ്ഞു പോയതാണെന്ന് വേണേൽ പറയാം ഒരു ബിസിനസ്. പക്ഷെ അതിനകത്ത് പോലും നല്ലൊരു സന്തോഷം കണ്ടെത്താൻ പറ്റി. കാരണം വെച്ചാൽ ധാരാളം പേര് ഇന്നും എവിടേക്കോ ചെല്ലുമ്പോഴത്തേക്ക് ചില മാതാപിതാക്കൾ ഇങ്ങനെ വന്നിട്ട് പറയും, ഞങ്ങൾക്ക് അന്ന് 2 പേർ, ഇത് ആരെയും ഞാൻ പേരൊന്നും പറയുന്നില്ല, കാരണം പേര് പറയുന്നല്ല, പക്ഷെ ഇതിൽ പോലും വേറെ ഒന്നും നിങ്ങൾക്ക് തോന്നരുത്, അസാമാന്യമായ സന്തോഷം ഉണ്ടാകും. നമ്മുടെ ഇങ്ങനെ വന്ന് പറയും, ഇങ്ങനെ ഞങ്ങൾക്ക് അന്ന് 2 പേർ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പൊതുരംഗത്ത് നിൽക്കുന്നത് പലയിടത്തും പോകുമ്പോൾ എനിക്ക് പലരെയും അറിയില്ല, പക്ഷെ അവരിങ്ങോട്ട് വന്ന് ഇത് പറയുമ്പോൾ നമുക്ക് ആ ഫീല് പറയാൻ പറ്റില്ല. കുറേ നേരത്തേക്ക് ഇങ്ങനെ നമ്മളെ സന്തോഷം കൊണ്ട് നമ്മൾ നടക്കും, പുറത്ത് കാണിക്കില്ലെങ്കിൽ. സോ അതുകൊണ്ട് ഗിവിങ് ഗിവ്സ് അസ് എ ലോട്ട് ഓഫ് പ്ലഷർ, ഡിലൈറ്റ്, അല്ലേ? ഇതപ്പോൾ ഇനി സ്വർണത്തിന്റെ കാര്യം അല്ല, നിന്റെ ആഭരണത്തിന്റെ കാര്യം കാണിച്ചിട്ട് ആൾക്കാർ ഇത് പെയ്ഡ് പ്രൊമോഷൻ അതിൽ വരുമുണ്ടോ? ഇൻക്ലൂഡ്സ് പെയ്ഡ് പ്രൊമോഷൻ എന്തോ എഴുതി കാണിക്കുമല്ലോ. അച്ഛൻ ഇവിടെ അടുക്കളയിൽ വരുന്നതിന് മുന്നേ ഞാനൊരു 5,000 രൂപ കൊടുത്തിരുന്നത് പ്രൊമോട്ട് ചെയ്ത് ഇവിടെ, എന്നിട്ട് അറിയാത്ത പോലെ അച്ഛൻ്റെ 5,000 എന്ന് പറയുന്നത് 50,000 പറഞ്ഞു. അല്ല, അച്ഛനായത് കൊണ്ട് 5,000 ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തായിരുന്നെങ്കിൽ 50,000 ചാർജ് ചെയ്തു. 5 ലക്ഷം ചാർജ് ചെയ്ത് കുറയ്ക്കാതെ തള്ളുമ്പോ മാക്സിമം തള്ളി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ let me continue to my photo shoot. Okay bye. അപ്പോൾ ഫോട്ടോ ഷൂട്ട്. പുറത്ത് ചിലരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങി. പുറത്തോട്ട് നോക്കി കാക്കകൾ ശ്രദ്ധിച്ചാൽ വളരെ രസകരമായ കാഴ്ചകൾ കാണാം. പൊതുവെ അമ്മക്കാക്കളാണെങ്കിൽ കൂട്ടിൽ കുഞ്ഞുണ്ടെങ്കിൽ അവരുടനെ ഭക്ഷണം കഴിക്കില്ല, അതും കൊത്തിയെടുത്ത് കൂട്ടിലേക്ക് പറന്നു പോവും. അതേസമയം ആൺകാക്കകളാണെങ്കിൽ ഭക്ഷണം കിട്ടിയ ഉടനെ തന്നെ അത് കഴിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പൊതുവേ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഭക്ഷണം ഇവിടെ വെച്ചേക്കും. കാരണം ആ അമ്മക്കാക്ക പറന്നു വരും ഭക്ഷണം കഴിക്കാൻ. എത്തിയല്ലോ ഇതിനിടയ്ക്ക്. ഇത് കാക്കകളൊന്ന് മാറി ഗ്യാപ്പിൽ മാക്പൈ റോബിൻ എത്തി. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നല്ല കനം കുറഞ്ഞ ദോശ റെഡി. ഗ്രീൻ ടീ, മുളകും ഉള്ളിയും കൂടി ഇടിച്ചത്, ചട്നി, ടൊമാറ്റോ ചട്നി ആൻഡ് മുട്ടക്കറി. മുട്ടക്കറി ഇന്നലത്തെ തോന്നുന്നു. ഡയറ്റ് ഫുഡ് ഇല്ലല്ലേ? സൺഡേ. ഞാൻ ഇന്നലെ ഡയറ്റ് ഫുഡ് വന്നിട്ടും ഒരാൾ ഇവിടുത്തെ ഫുഡ് കഴിക്കുന്നത് ഞാൻ കണ്ട്. അപ്പോൾ മുട്ടക്കറി റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലേ? പറ്റുന്നില്ല. നമ്മുടെ മുമ്പിൽ അല്ലെ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നതിനും ആദ്യം നമ്മുടെ ഓരോ കറികൾ ഉണ്ടാക്കുമ്പോൾ മണമുണ്ടല്ലോ, മുകളിലിരിക്കുമ്പോഴും ആ മണം പിടിച്ച് മാത്രമാണ് അടിപൊളി ദോശയാക്കി കൊടുക്കുന്നത്. കറിയൊക്കെ ആയപ്പോഴത്തേക്ക് മണം പിടിച്ച് വന്ന് വേർക്കെ തട്ടിയിടും, ഒന്നും കഴിക്കില്ലെന്ന് പറയും. ഭക്ഷണം കിട്ടുന്നതും ഭാഗ്യം. പിന്നെ ചില സമയത്ത് പലരും പറയും, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള എങ്കിലും പറയാം, ഭക്ഷണം മുന്നിൽ വന്നു കഴിഞ്ഞാൽ അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അതിന് കൊളസ്ട്രോൾ എന്നൊക്കെ പല അസുഖങ്ങളെ പറ്റി പലരും പറയും. ശരിയാണ്, അസുഖം ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങ് റിസപ്റ്റീവ് ആവണം. നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കാൻ തയ്യാറായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറും നമ്മുടെ ശരീരവും അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തോളും. എന്നും പറഞ്ഞ് വിഷം കഴിക്കണം എന്നല്ല പറയുന്നത്, നല്ല ഭക്ഷണമാണ്. ഇതൊക്കെ ഒരു ഭാഗ്യം, രാവിലെ നമുക്ക് ചൂടോടെ ഫ്രഷ് ഫുഡ് കിട്ടുക എന്ന് പറയുന്നു. കറി എന്തൊക്കെയാ ഞാൻ പറഞ്ഞു, ഓൾറെഡി ഇതിനെപ്പറ്റി പറഞ്ഞു. മുട്ടക്കറി പഴയതാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ലക്ഷ്മിയുടെ കറി. ഇത് മുളകടിച്ചത് കിച്ചുവിൻ്റെ അമ്മ പഠിപ്പിച്ച കറിയാണ്. പക്ഷെ കിച്ചുവിൻ്റെ അമ്മ പഠിപ്പിച്ച കറി കുറച്ചുകൂടെ തരിയായിട്ട് ഇരിക്കുമായിരുന്നു. കുറച്ചുകൂടെ എണ്ണയൊക്കെ ഇടുമായിരുന്നു. ഓരോരുത്തരുണ്ടാക്കുമ്പോൾ ഓരോ രീതിയാണ്. കാക്കയും പൂച്ചയും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഒപ്പം ഞാനും കഴിക്കുന്നു. നല്ലൊരു ഫീൽ. വിശന്നിരിക്കുന്ന എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി എഡിറ്റ് ചെയ്യണം. പണ്ടൊക്കെ ജീരകവെള്ളമാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ. ഭക്ഷണത്തിൻ്റെ കൂടെ ഞാൻ കഴിക്കാറില്ല. ഇന്നൊരു ഭംഗിക്ക് എടുത്ത് വെച്ചത്. ഞാൻ ഭക്ഷണം കഴിഞ്ഞാൽ ഗ്രീൻ ടീ. എല്ലാവരും ചോദിക്കുന്ന കിച്ചന്റെ ഗ്ലാമറിന്റെ രഹസ്യം എന്താണ്? ഗ്രീൻ ടീ ആണോ? അയ്യോ, ബേസിക്കലി നേരത്തെ പറഞ്ഞില്ലേ, അല്ല കുറേയൊക്കെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം പണ്ട് പറയൂല്ലോ, ദ ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദി ബിഹോൾഡർ. അതായത് കാഴ്ചക്കാരൻ്റെ കണ്ണിൻ്റെ സൗന്ദര്യമാണ്
അവർ കാണുന്നത്. അപ്പോൾ എന്നിൽ നിങ്ങൾ സൗന്ദര്യം കാണുന്നുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങൾ സൗന്ദര്യബോധമുള്ളതാണ്, അല്ലെങ്കിൽ ദൈവം നല്ല കണ്ണുകൾ തന്നിട്ടുണ്ട്, നല്ല മനസ്സുകൾ തന്നിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ രാവിലെ പറഞ്ഞില്ലേ, അവരവിടെയൊക്കെ പോയി ഭക്ഷണമൊക്കെ കൊടുത്ത് വരുമ്പോൾ സന്തോഷമാണ് എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാന സംഭവം. സന്തോഷം, സ്നേഹം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിലുണ്ട്, പക്ഷെ നമ്മളത് മറന്നു പോകും. അതുകൊണ്ടാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. നമ്മൾ ബോധത്തോടെ ഒരു കാര്യം ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് തെറ്റായൊരു സംഭവമായിട്ട് പിന്നീട് തോന്നി. കാരണം ഞാൻ എൻ്റെ അവയർനെസ് എന്നൊരു സാധനം ആ ഭക്ഷണത്തിൽ കൂടി വേണം. കാരണം ഇതിപ്പോൾ ദോശ, അത് ഇത്രയും കറികളുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇതെവിടെ നിന്നൊക്കെയോ വന്ന ഈ ദോശയുടെ അരി എന്ന് പറയുന്നത് ഏതോ ഒരു കർഷകൻ ഏതോ ഒരു സംസ്ഥാനത്ത്, ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയതായിരിക്കാം. ഈ മുളക്, ഈ തേങ്ങ, ഈ മുട്ട, ഈ ഉരുളക്കിഴങ്ങ്, ഇതിൽ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയോ വന്നതാണ്. നമ്മുടെ ചില ആപ്പിളൊക്കെ എടുത്താൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരെ വന്നത്. അപ്പോൾ ഏതോ കർഷകർ സ്നേഹത്തോടെ വളരെ ആത്മാർത്ഥമായിട്ട് വളർത്തിയെടുത്ത സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നു. വരാൻ തന്നെ ഒരു പ്രക്രിയയുണ്ട്. ഇതാരെങ്കിലും വണ്ടി കയറ്റി വിടണ്ടേ, അതിനൊക്കെ ചിലവുണ്ട്, മനസ്സ് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ വന്നാൽ തന്നെ ഇത് പാചകം ചെയ്ത് നമ്മുടെ മുന്നിൽ എത്തിക്കാൻ ആൾക്കാർ വേണം. അപ്പോൾ കുറേയധികം ആൾക്കാരുടെ സ്നേഹവും പ്രയത്നവും എല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ മുമ്പിൽ ഈ വന്നിരിക്കുന്ന ഭക്ഷണം. അപ്പോൾ ഈ ഭക്ഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണമെന്ന് പറയാൻ കാര്യം, ഇതൊരു 365 ദിവസവും ലോകത്ത് നടക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് പലരുടെയും കൈകളിലൂടെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുക. അപ്പോൾ ചിലർ പ്രാർത്ഥിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതിൻ്റെ കാരണം അതാണ്. ആ ദോശ വാങ്ങിച്ചിട്ടൊന്ന് അപ്പച്ചി എടുത്തുകൊണ്ട് തൊഴുതേക്ക്. നമസ്കാരം. വളരെ ആത്മാർത്ഥമായിട്ട് നമസ്കാരമായിരുന്നു കേട്ടോ. ആ സിൻസിയറിറ്റി, ഡെഡിക്കേഷൻ, അമ്മ അസാധ്യം. അപ്പൊ ഇന്നത്തെ നമുക്ക് ഈ ഒരു വീഡിയോ സൺഡേ തോട്ട്സ്, KK സൺഡേ തോട്ട്സ്. ഓക്കെ, അങ്ങനെ ആക്കാം. എന്ന് പറയും കിട്ടാരാ. അപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്യ്. കത്തിയാവുന്നതിന് മുമ്പ് നിർത്തുന്നു. പിന്നെ വിഷ് ചെയ്യുന്നതിനും നന്ദി പറയുന്നതിനും നമ്മൾ ലിമിറ്റ് വെക്കേണ്ട. ഇറ്റ്സ് പാർട്ട് ഓഫ് ഗ്രേറ്റ്ഫുൾനെസ്. ഒരു ഗ്രേറ്റ്ഫുൾനെസ് എന്നെപ്പോഴും നമ്മൾ പറയുമല്ലോ, വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇൻ ലൈഫ്. അതൊരിക്കൽ കൂടി ഞാൻ ഈ വീഡിയോക്കകത്ത് 5-6 തവണ, ചിലപ്പോൾ കൂടുതലും നന്ദിയും ഉപകാരസ്മരണം എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് എപ്പോഴും കൊണ്ട് വെച്ചേക്കുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ഗ്രേറ്റ്ഫുൾനെസ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നി ഓ താങ്ക് യു, അതിനും നന്ദി. ഈ ചില സംഭവം ഉണ്ട്, നമ്മുടെ മനസ്സിൽ സാധനം കിടപ്പുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. കാരണം അത് സന്തോഷം കൊണ്ടാണ്. കാരണം അപ്പം ആകെ മൊത്തം ജീവിതത്തിൽ സന്തോഷം വന്നിട്ട് സന്തോഷം ബ്ലോക്കായി പോയില്ല, ബാക്കി എല്ലാത്തിനും ബ്ലോക്കാക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഇതൊരു പരസ്യമുള്ള സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. ബാക്കി എന്താണ് മറന്നു? ഇത് കൊടയുടെ എന്തോ പരസ്യം. അല്ലല്ല, ഹാപ്പി ജാം. ഓ ഹാപ്പി ജാം. ഓ അതൊക്കെ ചേട്ടന് ഓർമ്മയുണ്ടോ? നമ്മുടെ പിള്ളേരുടെ ഇഷ്ട സാധനം വരുന്നുണ്ടോ? കിസാനാണ് അവർക്ക് ഇഷ്ടം. അതല്ല ഈ പാട്ട്. ആ പാട്ട് ഞാൻ വിചാരിച്ചു ഹാപ്പി ജാം പിള്ളേർക്ക് ഇഷ്ടമായിരുന്നു. നമ്മൾ അന്നേരം അത് വാങ്ങിക്കുമായിരുന്നു. ഈ ആഡ് പൊക്കൊണ്ടിരുന്നപ്പോ ഹാപ്പി ജാമിന്റെ ആൾക്കാർ കേൾക്കണം, അവര് ഹാപ്പി ആയിരുന്നു പറഞ്ഞ അവരെ. സോറി, ഹാപ്പി ജാം ഇവിടെ വല്ല ഉള്ളതായിരിക്കും അല്ലേ? അതിപ്പോ കാണാറില്ല. ഉണ്ടോ? ഞാൻ ശ്രദ്ധിക്കാത്തോണ്ട് കുറേ അധികം പ്രോഡക്ട്സ്, ഒത്തിരി പ്രോഡക്ട്സ് ആയിപ്പോയി അല്ലേ? പണ്ടൊരു മിക്സ്ഡ് ഫ്രൂട്ട് ജാം. ഇത് നമ്മൾ ജാമൊക്കെ കഴിച്ചിട്ട് എത്ര നാളായി? പണ്ടൊക്കെ ആഴ്ച ഒരു ദിവസം നമ്മൾ ബ്രെഡും ജാമും ബട്ടറും ഒക്കെ കഴിക്കുമായിരുന്നു. പിന്നെ അതിനെപ്പറ്റി ധാരാളം പഞ്ചസാര, മധുരം അതിനകത്തുള്ളതുകൊണ്ട് നമ്മുടെ ഒരു എനിക്കിഷ്ടമാണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും ഞാൻ ബ്രെഡ് ജാം ബട്ടർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഇതിൽ തന്നെ ലേശം കയ്പ് വരുന്ന മാർമലേഡ് എന്ന് തോന്നുന്നതിന്റെ പേര്, ഓറഞ്ച് പീനൊക്കെ ഉള്ളത്. വെളിയിലോട്ട് പോകുമ്പോൾ എത്ര തരം. ഇന്ന് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ചില കടകളിൽ പോയാൽ എന്തൊക്കെ തരം ജാംസ് വരുന്നത്. പണ്ടൊക്കെ ഫ്ലേവേർഡ് മാത്രമായിരുന്നു, ഇന്ന് അതിന്റെ കഷ്ണങ്ങൾ കിടക്കുന്നു, എന്തൊക്കെയോ. നിങ്ങൾ ഹോം മെയ്ഡ് ജാം ഉണ്ടാക്കുന്നു കിച്ചുവിന്റെ അമ്മ അല്ലേ? പാവം, എന്തൊക്കെ ചെയ്യായിരുന്നു. കേൾക്കുന്നുണ്ടാവും. ഈ അണ്ണാന്റെ ഒക്കെ രൂപത്തിൽ, കാക്കയുടെ രൂപത്തിൽ, അത് അമ്മയുടെ ആത്മാവാണ്, അച്ഛൻ്റെ ആണോ, നാളെ നമ്മളിതാവൂ. കണക്കിനാ അവന് റംബൂട്ടാൻ കിട്ടി ഇഷ്ടം പോലെ, അതുകൊണ്ട് മറ്റുള്ളവരെ വിളിക്കുക, വാടാ വാടാ വാടാ. നമ്മുടെ അണ്ണാച്ചി നാട്ടിൽ പോകുന്ന ചേച്ചി റംബൂട്ടാൻ കൊടുക്കണമെന്ന് കൊടുക്കണം, കയറി ചെന്ന് പറിച്ചു കൊടുക്കാം. ഓക്കെ, കിച്ചു എപ്പോഴും പുറത്തു കൊണ്ടുപോയി പറിച്ച് വെച്ചിരുന്നു, ഞാൻ കവറിലിട്ട് വെക്കാം. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ. കൃഷ്ണകുമാർ സൺഡേ തോട്ട്സുമായി സൈനിങ് ഓഫ് വിത്ത് ക്യാമറ പേഴ്സൺ സിന്ധു കൃഷ്ണ ബിഹൈൻഡ് ദ ക്യാമറ. ഈ ക്യാമറ വെച്ചിട്ട് വേണം എനിക്ക് പോവാൻ, അടുത്ത പണിയുണ്ട്. ഓക്കെ, ടാറ്റാ.
ബൈ. Okay, have a great day. Have a great day. Yeah.